ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2020 മെയ് മാസം 31 പെന്തിക്കോസ് ഞായറാഴ്ച വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഭവനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മെയ് മാസം 31 വരെയും അവിടുന്ന് ഞങ്ങളെ അത്ഭുതവും അതിശയകരവുമായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. പ്രത്യേകിച്ച് ഈ പെന്തിക്കോസ് ദിനത്തിൽ അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പദവിക്കായി സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അടിയങ്ങളെ നിന്റെ കൃപയിൽ ഫലമേൽപ്പിക്കുന്നു. സകല മാനവും മഹത്വവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ഞാൻ ആ കീർത്തനങ്ങളിൽ 376 പാട്ട് നമുക്ക് പാടാം. കീർത്തനം 376. എന്നെ സൃഷ്ടിച്ചു മാദേവം അന്നവസ്ത്രാദി നൽകി ഇന്നായോളം മോനാ കാത്തു നന്നായി പാലിച്ചതു ഞാൻ മിണ്ടാതെ പാർത്താൽ ഉണ്ട് ഗീതം പരന് രണ്ടെല്ലാ പക്ഷം
ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്നും നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ദിനങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. വരുവേ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിലാർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്താർ നിൽക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കൂ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവികാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേല തയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുവൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി
നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം കുറപ്പെടുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 29-ാം സങ്കീർത്തനം പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ 19-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പി. The Gospel according to Saint John, chapter 20, verses 19 to 23. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കീർത്തനം 164. കീർത്തനം 164. ശുദ്ധമാമൻ
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ ശാന്തമായ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും അങ്ങ് ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ അത്ഭുതമാർന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഭവനങ്ങളിലിരുന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നും ഈ വചനം ശ്രവിക്കുന്ന അവിടുത്തെ മക്കളോട് കരുണയുണ്ടാകണമേ. അടിയൻ്റെ നാവോട് കൂടെ ഇരിക്കണം. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 1-4. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മെയ് മാസം 31-ാം തീയതി പെന്തക്കോസ്ത് ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കുകയും ദൈവവചനം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പെന്തക്കോസ്ത് ഞായറാഴ്ച ആകുന്നു. ആദിമ സഭയിലെ വളരെ പ്രധാനപ്പെട്ട നാഴിക കല്ലുകളിൽ ഒന്നായിരുന്നു പെന്തക്കോസ്ത് ദിനം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 50-ാമത്തെ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് ദാനം നൽകിയ സംഭവത്തിൻ്റെ അനുസ്മരണമാണ് ഈ ദിനം. യഹൂദന്മാരുടെ 3 പ്രധാന പെരുന്നാളുകളായിരുന്നു പെസഹ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച വിടുതലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പെസഹ പെരുന്നാൾ. അവരുടെ മരുവാസ അനുഭവങ്ങളെയും അവരുടെ പിതാക്കന്മാർ മണലാരണ്യത്തിൽ മരുഭൂമിയിൽ ചെലവഴിച്ച ദിനങ്ങളെയും ഓർക്കുന്ന സമയമാണ് കൂടാര പെരുന്നാൾ. മോശ മുഖാന്തരം സീനായിൽ മലയിൽ വെച്ച് യഹോവയുടെ ന്യായപ്രമാണം ലഭിച്ച് ഒരു ഉടമ്പടി ജനതയായി തീർന്നതിനെ അവർ അനുസ്മരിക്കുന്ന സമയമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവിക നന്മകൾക്കും ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന സമയം. അന്ന് ധാന്യങ്ങളുടെ കൊയ്ത്ത് തീരാറാകുന്ന സമയത്ത് അവര് പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിച്ചിരുന്നു. ഈ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും യഹൂദ ജനത വന്നു ചേരുക പതിവായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആഘോഷിച്ച പെന്തക്കോസ്ത് പെരുന്നാളിന് ഏതെല്ലാം ദേശങ്ങളിൽ നിന്നുള്ള ജനത
യെരുശലേമിൽ കൂടിയിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. സ്വർഗാരോഹണത്തിന് മുമ്പായി അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. ഇത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ വായിക്കും. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യമാണിത്. യെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പ്രവാചകങ്ങളുടെ യഹോവ കൽപ്പിക്കുന്നത് എന്താ? നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഇൻ യു ആൻഡ് യു വിൽ live. യോവേൽ പ്രവാചകൻ ഏതാണ്ട് 420 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയക്കുന്നതിനെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ ബോധം വരുത്തുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ചെയ്തിട്ടുള്ള തെറ്റുകളെ തെളിയിക്കും. 2, ശരിയായിട്ടുള്ളതിനെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം കാത്തിരുന്ന ശിഷ്യന്മാർക്കും അവരോടൊപ്പം കൂടിയിരുന്നവർക്കും പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ അനുഭവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കാത്തിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തെ ഉന്മേഷഭരിതരാക്കി പ്രത്യാശ നിർഭരരാക്കി തീർക്കുന്നത്. നമ്മുടെ ഈ കാത്തിരിപ്പ് പ്രതീക്ഷകളുടെ ഊർജ പ്രവാഹങ്ങളെ ഏറ്റവും സജ്ജമാക്കുന്നതാണ്. നമുക്കറിയാം, പ്രതീക്ഷിക്കാൻ വകയില്ലാത്തവരുടെ ജീവിതം മുരളിച്ചു പോകുകയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രതീക്ഷിക്കേണ്ടത്? സാർത്ഥകമായതിനു വേണ്ടിയുള്ള പ്രതീക്ഷ. അത് ജീവിതത്തെ ഏറ്റവും സ്വാർത്ഥകമാക്കും.
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ആദ്യത്തേത് കാറ്റ് അദൃശ്യമാണ്. അത് വായുവിന്റെ ചലനമാണ് നമ്മൾക്കറിയാം. അതിന്റെ പ്രവർത്തനം നമ്മൾക്കറിയാം. പെന്തക്കോസ്ത് നാളില് ഈ കാറ്റ് ഒരു മുഴക്കത്തോടെയാണ് വന്നത്. സാധാരണ കാറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ ഈ കാറ്റ് ഉയരത്തിൽ നിന്നാണ് വരുന്നത്. കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കം. എന്തിനാണ് കൊടിയ കാറ്റടിച്ചത്? ദൈവത്തിന്റെ ആത്മാവിന് നിശബ്ദതയിലും പ്രവർത്തിക്കുവാൻ കഴിയും. എന്നാൽ രക്ഷണ്യ പ്രവർത്തനത്തിൽ ശബ്ദവും ഉപയോഗിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിശബ്ദതയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾക്കറിയാം, കേൾക്കുന്നതിൽ നിന്നാണ് വിശ്വാസം ഉളവാകുന്നത്. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിച്ചത്. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടെ കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം, അത് അവിടുത്തെ ജനത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന്, അവരെ ഉണർത്തുന്നതിന്, അവർക്ക് അത്ഭുത ചിന്ത നൽകുന്നതിന് വേണ്ടിയാണ് ആ മുഴക്കം ഉണ്ടായത്. അപ്പൊ ഈ കൊടിയ കാറ്റടിക്കുന്നത് പോലുള്ള മുഴക്കം സ്വർഗത്തിൽ നിന്നാണ് വന്നത്. അത് മുകളിൽ നിന്ന് താഴോട്ട് വരികയായിരുന്നു. ഈ മാർമികമായ കാറ്റ് ശിഷ്യന്മാർ കൂടിയിരുന്ന മാളികമുറിയിൽ പ്രവേശിച്ചു. ആ മുറിയെ നിറച്ചു. ആ മുറിയിൽ ഇരുന്നവരെ അത് അനുഗ്രഹിച്ചു. അവരെ ഊർജസ്വലരാക്കുകയാണ്. അവർ ചലനാത്മകരാകുകയാണ്. അവർ ഉണർത്തപ്പെടുകയാണ്. ദിവ്യമായ ഒരു തീഷ്ണത അവരിൽ വരുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഒന്ന്, കൊടിയ കാറ്റ്. രണ്ട്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. പെന്തക്കോസ്ത് നാളിലെ രണ്ടാമത്തെ അടയാളം അഗ്നി ആയിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അഗ്നി ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവീക വ്യാപാരത്തിന്റെയും അടയാളം. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഹോരേബിൽ വെച്ച യഹോവ മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നത് എരിയുന്ന മുൾപ്പടർപ്പിൽ ആയിരുന്നു. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. അവിടെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, മുൾപ്പടർപ്പ് ദഹിച്ചു പോകുന്നില്ല. എന്നാൽ അഗ്നി ജ്വലിക്കുന്നുണ്ട്. ദൈവിക സാന്നിധ്യം മോശ തിരിച്ചറിഞ്ഞു. ശലോമോൻ രാജാവിന്റെ കാലത്ത് മനോഹരമായ ദേവാലയത്തിന്റെ പണി തീർത്തു. അതിന്റെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത്
2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. അപ്പൊ ഈ പഴയ നിയമ പശ്ചാത്തലത്തിലാണ് പെന്തിക്കോസ് നാളിൽ അഗ്നിജ്വാല പ്രത്യക്ഷമായപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായി പരിശുദ്ധാത്മാവിനെ അയച്ചതായി അവർ മനസ്സിലാക്കിയത്. തീനാളകൾ പോലുള്ള നാവുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ അഗ്നി അവരെ ദഹിപ്പിക്കാൻ വന്നതല്ല. അഗ്നിജ്വാലകൾ ആർക്കും കേടുവരുത്തിയില്ല. ഈ അഗ്നി പതിഞ്ഞവർക്ക് ആന്തരികമായ പരിവർത്തനവും അത്ഭുത ശക്തിയും ലഭിച്ചു. അപ്പൊ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവർക്ക്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവിടുത്തെ സന്ദർശനത്താൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, അഗ്നി വെളിച്ചം പകരുന്നതാണ്. അഗ്നി വെളിച്ചം പകരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മെ പ്രകാശിപ്പിക്കുന്നതാണ്. മാളിക മുറിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് എന്താ? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇന്ന് നമുക്കൊക്കെ ഹൃദയത്തിന്റെ പ്രകാശനം ആവശ്യമാണ്. ഇപ്പൊ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ശരിയാണോ തെറ്റാണോ നമുക്ക് തിരിച്ചറിയണം. നാം മുറുകപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ദൈവഹിതത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയണം. അതിന് ദൈവീക പ്രകാശം നമുക്ക് വേണം. ഇത് വിശുദ്ധിയുടെ ആത്മാവാ. ഇന്ന് പരിശുദ്ധാത്മാവുന്ന അഗ്നിയുടെ വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ദൈവഹിതം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വിശുദ്ധിയുടെ ആത്മാവ് നമ്മിലേക്ക് പകർന്നു വരണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുന്ന 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ് ഇത് പറയുന്നത്. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദാറ്റ് യു ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ വിശുദ്ധി പ്രാപിക്കാതെ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. വിശുദ്ധി പ്രാപിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. വിശുദ്ധി പ്രാപിക്കാതെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ഖണ്ഡിതമായി പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിത്തൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. അപ്പൊ ഈ നാളുകളിൽ നമുക്ക് ഒരു വിശുദ്ധീകരണത്തിന്റെ ദിനങ്ങളാണ്. 2 മാസത്തിലധികമായി
ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആലയങ്ങളിലേക്ക് വരുവാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധീകരണം പ്രാപിക്കേണ്ട ദിനങ്ങളാണ്. ആ വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യം അധികമായി അനുഭവിക്കുവാൻ നമുക്കിടയാകും. ഇവിടെ അടയാളം അഗ്നി മാത്രമല്ല, അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിക്കും. ഈ പതിഞ്ഞു എന്ന വാക്കിന് ഭാഗമായി തീർന്നു, ഒന്നായി തീർന്നു എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവരണം നമ്മൾ വായിക്കുന്നു. മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിൽ, സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതുപോലെ പെന്തിക്കോസ് നാളിൽ കാത്തിരുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുകയാണ്. നമ്മൾ ഇതുവരെയും ചിന്തിച്ചത് കാറ്റും അഗ്നിയും രണ്ടായിട്ടാണ്. അപ്പൊ അതിൻ്റെ ഓരോന്നിൻ്റെ ശക്തി നമ്മൾക്കറിയാം. എന്നാൽ കാറ്റും അഗ്നിയും കൂടെ ഒന്നിച്ചു ചേർന്നാൽ എന്താണ്? കൊടിയ കാറ്റ് തന്നെ ഭയാനകമാണ്. കൊടിയ കാറ്റിന്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല. അതുപോലെ അഗ്നിയും അതേ അനുഭവം. അത് കത്തിക്കയറിയാൽ അതിൻ്റെ മുൻപിലും ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഇവിടെ കാറ്റും അഗ്നിയും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് വെറുതെ അയക്കപ്പെട്ടതല്ല. നമ്മളവിടെ വായിക്കുന്നു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. വീട് മാത്രമല്ല, ആ വീട്ടിലിരുന്ന മനുഷ്യരെയും നിറച്ചു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഈ നാളുകളിൽ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ അടയാളം ഉച്ചരിക്കുവാനുള്ള ദാനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിറച്ച ഉടനെ അവർ സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. They were filled with the Holy Spirit. ആ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. പെന്തക്കോസ്ത് നാളിലെ മൂന്നാമത്തെ അടയാളം ഇതാ, അന്യഭാഷകളിലെ സംസാരം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ജലപ്രളയത്തിന് ശേഷം ബാബേൽ കോട്ട പണിത പശ്ചാത്തലം നമ്മൾ വായിക്കുന്നു. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. നോഹയുടെ പുത്രന്മാർ ആകാശത്തോളം എത്തുന്ന ഗോപുരത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. യഹോവ അവരുടെ പണിയൊന്ന് കാണുവാൻ ഇറങ്ങി വരുന്നു. അവിടെ യഹോവ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു.
കൺഫ്യൂസ് ദർ ലാംഗ്വേജ്. അങ്ങനെ അവരെ ഭൂതലത്തിലെങ്ങും ചിതറിച്ചു കളഞ്ഞു. അവർ വളരെ ആത്മാഭിമാനത്തോടുകൂടി പണികൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഭാഷയുടെ ആശയക്കുഴപ്പം. എന്നാൽ ഇവിടെ പെന്തിക്കോസ് നാളില് ദൈവത്തിന്റെ വലിയ കൃപയാൽ ആ ആശയക്കുഴപ്പം ഇവിടെ മാറുകയാണ്. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാർ പറയുന്നത് മനസ്സിലാക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ അനുഭവപ്പെട്ട അന്യഭാഷ സവിശേഷമായതായിരുന്നു. അവരവരുടെ ഭാഷയിൽ ദൈവവചന കേൾവി അനുഭവപ്പെട്ടു. കേൾവിക്കാർക്ക് സുഗ്രാഹ്യമായ വിധത്തിൽ ആശയവിനിമയം നടത്തുവാൻ അവസരം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ്. അതുവരെയും അവർ സംസാരിക്കാത്തതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങി. കേൾവിക്കാർക്ക് അവരവരുടെ ഭാഷയിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ അപ്പോസ്തലന്മാർ പ്രതിപാദിക്കുകയാണ്. അവർ തങ്ങളുടെ കരങ്ങളും ശബ്ദവും ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അവരുടെ സ്തുതി സ്തോത്രങ്ങൾ യെരുശലേം മുഴുവനും കേട്ടു. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്നു പോയി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിറയ്ക്കുമ്പോൾ ഗ്രഹിക്കാവുന്ന ഭാഷയിൽ സംസാരിക്കും. അപ്പൊ ദൈവം ചെയ്ത അത്ഭുതങ്ങളായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, മനസ്സാന്തരം, പാപമോചനം. ഈ വചന ശുശ്രൂഷയിൽ എല്ലാവരും ഉണർത്തപ്പെട്ടു. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി. അവർ വചനം കൈക്കൊണ്ടു, മാനസാന്തരപ്പെട്ടു, വിശ്വാസമേറ്റു പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ഉറച്ചു നിന്നോ. ഓർക്കണം, ഭയന്നും തകർന്നും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരുമായ ശിഷ്യന്മാർക്കുണ്ടായ രൂപാന്തരം ഇത് മാനുഷിക ചിന്തയ്ക്കതീതമായ സ്വർഗീയ ശക്തിയുടെ പ്രവർത്തനമാണ്. ഇന്ന് ഭയന്നും തകർന്നും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടതുമായ ഒരു ലോകത്തിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുക. ഇനി എങ്ങനെ, ഇനി എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ദൈവീക പ്രവർത്തനത്തിനായി, ദൈവീക പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഇവിടെ നിരാശരായ ഒരു കൂട്ടം ആളുകൾ അസാധാരണ ധീരതയുള്ള ഒരു സമൂഹമായി മാറുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നവരുടെ ഭീരുത്വമൊക്കെയും മാറ്റപ്പെട്ടു. സമർത്ഥമായ ആശയവിനിമയത്തിന് ശിഷ്യന്മാർ പ്രാപ്തരായി. അവരുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ടായി. ആ വാക്കുകളുടെ അർത്ഥം കേൾവിക്കാർക്ക് മനസ്സിലാകുമായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ സമൂഹം നിലവിൽ വരികയാണ്. സ്നേഹിക്കുകയും സേവിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു സമൂഹം.
മറ്റുള്ളവർക്ക് വേണ്ടി കരുതലുള്ള ഒരു സമൂഹം. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ സഭയുടെ വളർച്ചയോടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഏകദേശം 120 പേരുള്ള ഒരു സംഘമാണ് അവിടെ കൂടിയിരുന്നത്. എന്നാൽ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി എന്ന് നമ്മൾ വായിക്കുന്നു. സഭയുടെ വളർച്ച അവിടെ ആരംഭിക്കുകയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭ ചൈതന്യമുള്ളതായി തീരുകയാണ്. ഇന്ന് നമുക്ക് ആത്മീക ചൈതന്യം വേണം. അതിന് ഉയരത്തിലെ ശക്തി നമ്മിൽ വ്യാപരിക്കണം. പിതാവായ ദൈവം പുത്രനിലൂടെ തന്നെ തന്നെ നൽകി. പുത്രനായ യേശുക്രിസ്തു തന്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നവരുടെ മേൽ പകർന്നു. അപ്പോസ്തലന്മാര് മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ആ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ മേൽ സമൃദ്ധമായ ദൈവകൃപ ലഭിച്ചുകൊണ്ടിരുന്നു. സമൃദ്ധമായ ദൈവകൃപ ലഭിക്കുകയും അനുഭവിക്കുകയും ചെയ്ത സമൂഹമാണ് നാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് അതിരുകളില്ല. എന്നാൽ അല്പം പ്രതിസന്ധികൾ COVID-19 നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, കാത്തിരിക്കുവാൻ, ദൈവികമായ ഇടപെടലിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സമൃദ്ധമായ അനുഗ്രഹം, ദൈവിക പരിശുദ്ധാത്മാവിന്റെ കൃപ അവിടുന്ന് നമ്മുടെ മേൽ പകരും. ഈ മഹാശക്തിയുടെ ഓഹരിക്കാരായി കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ആശ്വാസപ്രദനും സത്യത്തിൻ്റെ ആത്മാവും സർവവ്യാപിയും സകലത്തെ നിറയ്ക്കുന്നവനും നന്മയുടെ ഉറവിടവും ജീവദാതാവുമായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ സാക്ഷിപ്പാൻ വരുന്നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ഒരുമിച്ച് ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവന്റെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ അവൻ ജീവനെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പെന്തക്കോസ്ത് ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. പരിശുദ്ധാത്മാവേ വന്ന് സർവസൃഷ്ടിയെയും പുതുക്കണമേ. സർവസൃഷ്ടിയുടെ മേലും നവജീവൻ നൽകുകയും അഗ്നിനാമ ദിവ്യാത്മാവിനെ പകർന്ന് വിശ്വാസ സമൂഹത്തെ ദിവ്യജ്ഞാനത്താൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിൽ സർവസൃഷ്ടിയെ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, അങ്ങേ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. അങ്ങേ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. അവിടുത്തെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗങ്ങളെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്ചയുടെ ദാസരായി ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ സമയം വരെ അങ്ങ് ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. അവിടുത്തെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെ യാതൊരു ആപത്തിൽ അകപ്പെടാതെ അവിടുത്തെ മുൻപാകെ നീതിയായുള്ളവരെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഈ പെന്തക്കോസ്ത് ദിനത്തിന്റെ ശാന്തമായ സമയത്ത് ഭവനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമ്മെ എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ ഒരു മാസക്കാലം ദൈവാത്ഭുതവും അതിശയകരവുമായി നമ്മെ കാത്തു സൂക്ഷിച്ചു. ഈ പെന്തക്കോസ്ത് നാളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൽപ്പന പ്രകാരം അവിടുത്തെ ശിഷ്യന്മാർ യെരൂശലേമിലെ മാളിക മുറിയിൽ കാത്തിരുന്നു. അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ ആരാധിച്ചു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൊടിയ മുഴക്കത്തോട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അഗ്നിനാവുകളായി അവരുടെ മേൽ പതിച്ചു. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. വീട് മാത്രമല്ല, അവിടെ കൂടിയിരുന്നവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അവര് ദൈവത്തെ പാടി സ്തുതിച്ചു, അന്യഭാഷകളിൽ സംസാരിച്ചു. അവിടെ കൂടിയവർക്കൊക്കെ ആത്മീകമായ കൃപ ഉണ്ടായി. സഭയുടെ വളർച്ച അവിടെ ആരംഭിച്ചു. നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോവിഡിൻ്റെതായ പശ്ചാത്തലത്തില് 2 മാസക്കാലത്തിലധികമായി ഭാരങ്ങളും വേദനകളും ആകുലതകളും പ്രാർത്ഥനയിലും കഴിയുന്ന നമുക്ക്
ദൈവത്തിന്റെ വിടുതലും സൗഖ്യവും ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ ദൈവികമായ സംരക്ഷണം ധാരാളമായി അവിടെ പാടും. SSLCയും +2 ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം എഴുതുവാൻ ദൈവം കൃപ നൽകി. ഒരു പുതിയ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും കാവലും ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാതനകൾ തിരുസന്നിധി വരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ദൈവകൃപയെ പരമേൽപ്പിക്കാം. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുവാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകളിൽ യൂണിവേഴ്സിറ്റി എക്സാമുകളുള്ള കുഞ്ഞുങ്ങളെയൊക്കെയും ദൈവകൃപയിൽ പരമേൽപ്പിക്കും. ദൈവത്തിന്റെ കൃപയും കാവലും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യവയസ്കരെയും പ്രായമുള്ളവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പ്രവാസികളായി വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന നമ്മുടെ മക്കള്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെ ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരിൽ പലരും നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരാഗ്രഹത്തെ സഫലമാക്കുന്നതിന് ദൈവിക പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ തിരുസന്നിധി വരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കേരളക്കരയിൽ ഈ വ്യാധി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആതുര ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകൃപയിൽ പരമേൽപ്പിക്കുക. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ ഭീതിയിൽ കഴിയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, സൗഖ്യമാക്കുന്ന കരങ്ങൾ ലോകരാജ്യങ്ങളുടെ മേലും നമ്മുടെ മേലും നീട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യം ദൈവത്തിന്റെ ദാനം. ഈ പെന്തക്കോസ്ത് നാളിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ ഒക്കെ നമുക്ക് ഓർക്കാം. ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകൃപയിൽ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ തിരുസന്നിധി വരുമാറാകട്ടെ. നമ്മുടെ സഭകളെ ദൈവകരങ്ങൾ ഓർക്കാം. എല്ലാ ബിഷപ്പന്മാരെയും പട്ടക്കാരെയും പ്രവർത്തകരെയും സുവിശേഷകരെയും നമ്മുടെ ജനങ്ങളെ ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. നമ്മുടെ സഹോദരി സഭകളെ നമുക്ക് ഓർക്കാം. നമ്മോടൊപ്പമുള്ള മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ദൈവികമായ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും വിഷയങ്ങളെയും ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. ഈ സമയത്ത് ദൈവസന്നിധിയിൽ അല്പനിമിഷങ്ങൾ നമ്മളെ വിനയപ്പെടുത്തിക്കൊണ്ട് ആ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചതുപോലെ നമ്മുടെ മേലും വ്യാപരിക്കുന്നതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ കർത്താവേ, ഉന്നതനാണെങ്കിലും ഉയർന്നിരിക്കുന്നതിനാണെങ്കിലും ശാശ്വതവാസിയാണെങ്കിലും പരിശുദ്ധനാണെങ്കിലും താഴ്മയോട് മനസ്സാം വസിക്കുന്ന സർവശക്തനായ സർവകൃപാലുവായ സർവഭരണാധികാരിയായ സർവശക്തിയുള്ള അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഈ വിശുദ്ധ ദിനം ഞങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. സ്വർഗത്തിൽ ആരാധന നടക്കും 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട് എന്റെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കും. മഹത്വവും ജ്ഞാനവും സ്തോത്രവും സകലത്തിനും യോഗ്യനെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിപ്പാന്റെ കവണം ഞങ്ങൾക്കും ഈ ഒരു ഭാഗ്യകരമായ അനുഭവം ഞങ്ങളുടെ ഭവനങ്ങളിൽ വാതിലുകളെ നീ തുറന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളായിരുന്നു എവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെയായിരിക്കുന്ന ശബ്ദപരിധിക്ക് എവിടെയൊക്കെ കേൾക്കുന്നു അവിടെയൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പകർന്ന് ഓരോ മക്കളുടെ മേലും ദിവ്യമായ കൃപ പകർന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ യാഗപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, പ്രാർത്ഥനയിലായിരിക്കുവാൻ,
സ്വർഗീയ തീയിറങ്ങുവാന്റെ കവണ്ണം കർത്താവേ ഈ ബെന്തെക്കോസ് നാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കൂടിയിരുന്ന ജനം കർത്താവെ 120 മേൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതിനുവേണ്ടി കാത്തിരുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മേല് കാത്തിരുന്നവരുടെ മേല് പകർന്ന ആമേൻ കൊടിയ കാറ്റായി അഗ്നിനാവായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കാത്തിരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രത്തിന്മേൽ പകർന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിർജീവമായിരിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ളവരാക്കി തീർക്കുന്നവൻ, ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുന്നത്രേ എന്റെ കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാന്റെ കവണ്ണം ഞങ്ങളെ, ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യഹോവയുടെ ന്യായപ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളും അനുസരിച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവിനായി ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ അപർവോന്റെ കാലത്ത് ദേശത്തിന് മേൽ വെട്ടുകിളി കിഴക്കൻ കാറ്റടിപ്പിച്ച് പകൽ മുഴുവനും രാത്രി മുഴുവനും ഇവിടെ എത്തി. എന്നാൽ അതിന്റെ സസ്യങ്ങളും വൃക്ഷങ്ങളും സകലത്തെ നശിപ്പിച്ച് ഫലമില്ലാതാക്കി തീർത്തപ്പോൾ ഫറവോൻ അനുതപിച്ച് ഞാൻ പാപം ചെയ്തെന്ന് മോശയോട് മകനോരോട് പറഞ്ഞ് പാപം ഏറ്റുപറഞ്ഞപ്പോൾ മോശ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ കിഴക്കൻ കാറ്റടിപ്പിച്ച് കൊണ്ടുവന്ന വെട്ടുകിളിയെ പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ച് അതിനെ മുഴുവനും ചെങ്കടലിൽ ഇട്ട് കളഞ്ഞതുപോലെ ഇന്നായിരിക്കുന്ന ഈ കൊറോണയുടെ അതികാഠിന്യമായ അനുഭവത്തിൽ നിന്ന്, ഈ ബാധയിൽ നിന്ന് അവിടുന്ന് വെടിവെച്ചു തരുവാൻ കർത്താവേ കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ അധികാരികളും ഞങ്ങൾ എല്ലാവരും ഭരണാധികാരികളും ഞങ്ങൾ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവ പൂർണ്ണമായി മാറ്റിത്തരുവാൻ എൻ്റെ ദൈവം സർവശക്തനായ സർവകൃപാലുവായ ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരിയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ആവശ്യമായ ആരോഗ്യം ബലവും നീ കൊടുക്കണമേ. ഈ നാളുകളിൽ പ്രവാസികളായി കർത്താവേ അനേക മക്കള് രാജ്യത്തിന്റെ ലോകരാഷ്ട്രങ്ങളുടെ പല ഭാഗങ്ങളിലായി പാർക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴങ്കിൽ നീ പാർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് കാൽവറിയിലെ ഒഴുക്കപ്പെട്ട കുഞ്ഞാൻ രക്തക്കോട്ടയ്ക്കുള്ളിൽ പൊതിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കുന്ന അപ്പനാകിയാൽ സ്തോത്രം. ഒരുവന് വേണ്ടി പാവങ്ങളേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കേട്ട് ഉത്തരം വരണത് ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അവിടുത്തെ ദൈവവചനപ്രകാരം ജീവിപ്പാൻ മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. കർത്താവേ യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. താൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇലയ പച്ചയായിരിക്കും. വരൾച്ചുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കുമല്ലോ. കർത്താവേ ഈ അനുഭവങ്ങളുടെ മധ്യത്തിലൊക്കെ നല്ല ഫലം കായ്ക്കുന്ന മക്കളായി ദൈവമക്കളായി ജീവിപ്പാൻ എല്ലാ മക്കളെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാണല്ലോ. ജോലിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ഒരുങ്ങുന്ന എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നു. കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണതകളിൽ കഴിയുന്നതായ എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകളിലും ഞെരുക്കങ്ങളിലും പ്രയാസങ്ങൾ ആരൊക്കെ നിലവിളിക്കുന്നു അവിടുന്ന് കേൾക്കുന്ന ദൈവമാകിയാൽ ഹൃദയം നുറങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥനാകിയാൽ സ്തോത്രം. എല്ലാറ്റിനായിട്ട് സ്തോത്രം. കർത്താവേ അവിടുത്തെ സന്നിധിയിൽ വേഗത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആരാധനയൊക്കെയും വീണ്ടും പുനഃക്രമീകരണം ഉണ്ടാകത്തക്കവണ്ണം എല്ലാ വാതിലുകളോടും തുറന്നരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയ്ക്ക് പാട്ടുപാടുവീന്ന് പറയത്തക്കവണ്ണം വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർന്നിരിപ്പീൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവൻ യുദ്ധവീരനായ യഹോവയാകിയാൽ നന്ദിയോടെ സ്തോത്രം. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവാൻ തക്കവണ്ണം എല്ലാ മുഖാന്തരങ്ങളും വഴികളും ദൈവമേ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടങ്ങളിൽ കൂടെ പോകുന്ന എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് ധൈര്യവും ബലവും വചനപ്രകാരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം തിരുമേനി എടുക്കണം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ ഇടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചൂടാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാമൊഴികൾക്ക് വേണ്ടി, മൗത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ചുള്ള തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കാൻ അവർ കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. കീർത്തനം 348. കീർത്തനം 348. നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നെ ഹാ കൊണ്ട്
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിനായി, പെന്തിക്കോസ് ഞായറാഴ്ചയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവേ, ഈ പെന്തിക്കോസ് നാളിൽ ഭവനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലും ഇരുന്ന ഈ ആരാധനയിൽ പങ്കുചേർന്ന അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ കോവിഡ് മൂലം ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം നഷ്ടമായിരിക്കുകയാണ്. സാമൂഹ്യ ബന്ധങ്ങൾക്ക് ശിഥിലതകൾ വന്നിട്ടുണ്ട്. അതൊക്കെയും പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ ദൈവകൃപ അവിടുന്ന് പകരണമേ. പെന്തക്കോസ്ത് നാളിൽ ദൈവിക പരിശുദ്ധാത്മാവ് കാത്തിരുന്ന വിശ്വാസികളുടെ മേൽ പകർന്നതുപോലെ ഈ ലോകത്തിൻ്റെ മേൽ, ഞങ്ങളുടെ എല്ലാവരുടെയും മേലും അവിടുത്തെ ആത്മാവിനെ പകർന്നു ഈ കോവിഡ് എന്ന മഹാവ്യാധിയെ ഭൂമുഖത്തു നിന്ന് മാറ്റിക്കളയണം. അവിടുന്ന് സൗഖ്യവും വിടുതലും എല്ലാവർക്കും അവിടുന്ന് നൽകണം. തിരുവിഷ്ടമായാൽ എത്രയും വേഗത്തിൽ അവിടുത്തെ ആലയങ്ങളിലേക്ക് കടന്നു വരുവാനും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവകൃപ അനുഭവിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോട് എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.